मेरा नाम അമ്മു. കാണിച്ചു തരാം. എന്നിട്ട് നൂലപ്പുണ്ട്, കുറുമക്കറി, പഴംപൊരി, വട, മസാല ദോശ, സാമ്പാർ, ചമ്മന്തി, പിന്നെ ആൻഡ് വാട്ടർ. മസാല ദോശ ഉണ്ടാക്കുന്നത് ഗൈസ്. മെയിനായിട്ടുള്ള ആളെ വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിൽ അത് ശരിയാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ കാര്യമാണ് അല്ലേ. ചട്നി വെച്ച് പോയിട്ട് ഗൈസ്. ഏതും ചേട്ടാ കണ്ണപ്പൻ. ഇത് ഭാഷ ഇവിടെ അതിൻ്റെയായിരുന്നു കൊള്ളായിരുന്നു. മഴ മാത്രം മോശം. മഴ മാത്രം നല്ല അതിനാ യൂട്യൂബ്. ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ് ചാനൽ ഗായ്സ്. ഞാനിപ്പോൾ എവിടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രാപ്പിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന 17 ബാറിലാണ് ഗായ്സ് ഞാനിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ എത്രാമത്തെ വ്ളോഗാണെന്ന് ഇപ്പോൾ ഫുൾ വ്ളോഗ് ഞാൻ ഇടാറില്ല ഗായ്സ്. അപ്പോൾ എൻ്റെ എത്രാമത്തെ വ്ളോഗാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ 17 ബാറിലെ ഇവിടെ ഒരു ഹോളുണ്ട്, വലിയൊരു ഹോള്, മറ്റേ എൻഗേജ്മെൻറ്റ് ബർത്ത്ഡേ ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ഹോള്. ആ ഹോളിൻ്റെ ഉള്ളിലാണ് ഗൈസ് ഞാനിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും വർത്താനം പറഞ്ഞ് വെറുപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പാലുകാച്ചലിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഇതേ പാലുകാച്ചലിൽ വന്നിട്ട് വൈപ്പർ പിടിച്ച് നിൽക്കുക. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളം കേട്ടോ, ഫുള്ള് വെള്ളം കയറി. നല്ല മഴ ചെയ്യുന്നല്ലേ, ഫുള്ള് വെള്ളം കയറി. നമ്മളിപ്പോൾ നിൽക്കണത് ഫാമിലി റെസ്റ്റോറൻറ്റിലാണ്. ഇപ്പോൾ ബീച്ചായിട്ട് ബീച്ചായിട്ട് നിൽക്കുന്നു. കണ്ണപ്പൻ ദപ്പു ഊണ് കണ്ണപ്പൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫാമിലി റെസ്റ്റോറൻറ്റിലാണ്. കുട്ടിയൊന്നും ഇട്ടിട്ടില്ല, അതൊക്കെ കുട്ടി ഇട്ടത്. ഇവിടെ ഫുള്ള് വെള്ളമായി കഴിച്ച്, മൊത്തം വെള്ളം കയറി. ആ വെള്ളം ഞാൻ അടിച്ച് കളയട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത് വെള്ളങ്ങളെ പാല് കാച്ചൽ കഴിഞ്ഞ് പാല് കിട്ടിയത്. പാല് കുടിക്കാൻ പോണു. ഓക്കെ, കുടിക്കല്ലേ? ഓക്കെ. നല്ല മധുരമുണ്ട്, ചൂടുണ്ട്. ഇപ്പോൾ ചൂടില്ലാത്ത കാരണം നല്ല മഴ പെയ്യാൻ നല്ല തണുപ്പത്ത് നല്ല ഇപ്പം ചൂട് പാല് കുടിക്കാൻ നല്ല സുഖം. ഓയ് കണ്ണാട വെച്ച് മോഹൻലാലല്ലേ? ആ ചുണ്ട് ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ മോഹൻലാലാവും. നല്ല മധുരമുണ്ട് ചൂട്ടത്ത് പാൽ. പക്ഷേ ഈ തണുപ്പത്ത് പാൽ കുടിക്കാൻ വൈകും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. ബോൾ കിട്ടിയില്ല ചേട്ടൻ, വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ വരാം. ഇത് കഴിച്ചിട്ടേ വരുന്നു. മസാല ദോശ ഉണ്ടാക്കണം ഗൈസ്. പുറത്തേരിയാണ്, പുറത്തേക്ക് പോകണ ഒരു പിന്നെ ഏരിയയാണ് മസാല ദോശ ഉണ്ടാക്കണത്. നമുക്ക് കുറച്ച് നേരം ഈ ഫ്രണ്ടിൽ നമുക്ക് സൂം ചെയ്യാൻ പറ്റില്ല, ഞാൻ സൂം ചെയ്ത് കാട്ടിട്ടില്ല. ഫുഡിങ്ങാണ്, എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. നല്ല മുതലാളിയൊക്കെ വന്നിട്ടുണ്ട്. ആ കണ്ണൻ നിൽക്കുന്നുണ്ട്. ഇതെൻ്റെ ഇത് സുനിച്ചേട്ടൻ, ഞാൻ പെയിൻറ്റിങ് നിൽക്കില്ല. ഇത് ബീച്ചേട്ടൻ നിൽച്ചേട്ടൻ, പിന്നെ അറിയാലോ. പിന്നെ കണ്ണപ്പൻ, എല്ലാവരും എല്ലാവരും ഫുഡ് കഴിക്കണം ഗൈസ്. അപ്പോൾ പറഞ്ഞില്ല സേള് കാണിച്ചു തരാം. എന്നിട്ട് നൂലപ്പുണ്ട്, കുറുമക്കറി, പഴംപൊരി, വട, മസാല ദോശ, സാമ്പാർ, ചമ്മന്തി, പിന്നെ ആൻഡ് വാട്ടർ. അല്ലേ കൊടുക്ക്, ചോദിക്കല്ലേ, വിളമ്പി കൊടുക്ക്. അത് സുനിച്ചേടണ്ടാ, സുനിച്ചേട്ടൻ അറിയില്ലേ? എന്താ ജിപ്സം ബോർഡ് വർക്കേഴ്സ് രണ്ടുപേർക്ക് വരാല്ലേ? ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ആശീഷ് ശംഭു. ആശാൻ ആ നിതീഷിനൊന്ന് വിളിക്കായിരുന്നില്ല ഒന്ന്. ബാബുഭായ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എടുക്കാറ്റപ്പത്തോളം വെച്ചെടുത്തോ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പൈനാപ്പിളുണ്ട്. नहीं साहब, नेक्स्ट टास्क है गाइस. बाय. अच्छा क्या ഞാൻ മെയിനായിട്ടുള്ള ആളെ വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിൽ അത് ശരിയാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ കാര്യമാണ് അല്ലേ. അതെന്തിട്ട് റൗണ്ട് വരുന്നത്? പക്ഷേ ഫുൾ സ്ക്രീനല്ലേ കാണുന്നത്.
അപ്പോൾ നമ്മൾ 2 പേരും കറക്റ്റ് ആംഗിളിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ ഗ്രൗണ്ട്. അപ്പോൾ ഇത് ചേട്ടൻ ഞങ്ങളപ്പം പെയിൻറ്റിങ് പണിക്കുള്ളതാണ്. അളവുകൊണ്ടാണിത്. അളവുകൊണ്ടാണ് ഞാൻ വീട്ടിൽ കയറ്റിട്ട് പോകണമെന്നില്ല. രാവിലെ ഒരു ഫോൺ ഞാൻ കാട്ടിത്തരാം. തെരുവിതായങ്ങളെ പോലെ അറിയാൻ പറ്റില്ല. ഇതാണ് എൻ്റെ കയ്യിൽ സ്വിച്ച് ഓഫ് ആണ് ഈ ഫോണ്. വിളിച്ചാലും കിട്ടില്ല. ചട്നി വെച്ച് പോയിട്ട് ഗൈസ് ചേട്ടാ കണ്ണപ്പൻ. ഇത് ഭാഷ ഇവിടുത്തെ ഡ്രൈവറാണ്. ഇത് സാറിൻ്റെ മോനാട്ടാ. സാറിനെ ഞാൻ കാട്ടിയത്. സാറ് വിളിക്കില്ല. സാറിന് ഞാൻ കാട്ടിത്തരാണ്. ഇത് വർക്ക് ചെയ്യാൻ. ആ കിട്ടോ മസാല ഇട്ടോ. ഇവിടെ ഇട് മസാല ഇട്ട് കൊടുക്ക്. കുറച്ച് സാമ്പാർ വെച്ചേ. എല്ലാ സാമ്പാർ വെച്ചേ. ഇത്തിരി സാമ്പാർ വയ്ക്കി. നമുക്കിനി ഇത് ഓരോന്നായിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം. ഇത് ചമ്മന്തി, വട, മസാല ദോശ, സാമ്പാർ, ഇത് പ്രസാദാട്ടോ, പഴംപൊരി, ഇത് മധുരമുള്ളത്. ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തിട്ടാന്ന് അറിയില്ല. ഇത് കറികൾ, ഇത് വാട്ടർ, ഇത് ചായ. ഫസ്റ്റ് തന്നെ മസാല ദോശയുടെ ടേസ്റ്റ് ഫസ്റ്റ് ഇത് കഴിക്കില്ല. പ്രസാദം കഴിക്കും. പ്രസാദം നൈസാണ്. കഴി ഇന്ന് ഫസ്റ്റ് മസാല ദോശ കഴിച്ചോ. മസാല ഇങ്ങനെ കൂട്ടിയിട്ട് ചമ്മന്തി ഇങ്ങനെ മുക്കിയിട്ട് ചമ്മന്തി ഇല്ല. പക്ഷേ മസാല ദോശ പൊളിച്ചിട്ടുണ്ട്. ചമ്മന്തി കിട്ടി. വടയമ്മ ചട്നി ആയിട്ടുണ്ട്. അപ്പോൾ ആ ചട്നിയും വടയും കൂട്ടും കഴിച്ചു. വട വെക്കാണ്. പക്ഷേ ചട്നി എന്നാലും കഴിക്കല്ല. ഒരു പഴംപൊരി കൂടി കൂട്ടി ഒരു പിടിച്ചു കഴിഞ്ഞാൽ കേസരി തമിഴ്നാട് ഈ സാധനം കണ്ടോ. ഇത് നേരത്തെ ഞാൻ കഴിച്ചു. ഞാൻ പറഞ്ഞില്ല നല്ല നെയ്യുടെ ടേസ്റ്റ്, പിന്നെ എന്തൊക്കെയോ ഒരു പ്രത്യേക ടേസ്റ്റ്. നല്ല രസം കഴിക്കാം. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിഞ്ഞ് മസാല ദോശ കഴിഞ്ഞ് പറയടാ. മസാല ദോശ അടിപൊളിയല്ലേ? മസാല ദോശ അടിപൊളിയാണ് ഗൈസ്. എല്ലാവർക്കും മസാല ദോശ എനിക്ക് ഇഷ്ടമാണ്. ഇതിലിട്ട് അടി മസാല ദോശ മാത്രം നല്ല ടേസ്റ്റ്. എനിക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാവും ചിലപ്പോൾ മേ ബി മസാല ദോശ എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അതിൽ ടേസ്റ്റ് കൂടുതലാണെന്ന് ഞാൻ പറയണത്. കാരണം എനിക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ചേട്ടൻ എങ്ങനെയുണ്ട് മസാല ദോശ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതാണ് സാർ കേട്ടോ. ചേച്ചി എങ്ങനെയുണ്ട് മസാല ദോശ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഇതാണ് കേട്ടോ സാറ്. നമ്മുടെ സാറ് ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ. വിളിച്ചത് സാറിൻ്റെ ഫാമിലി വിളിച്ചത് 2 പിള്ളേരും. ഇതാണ് സാർ. അപ്പം ഫ്രണ്ട് കയറി സാറിൻ്റെ ഭാര്യ വൈഫ്. എങ്ങനെയുണ്ട് മസാല ദോശ? എങ്ങനെയായിരുന്നു? എങ്ങനെയാ മസാല ദോശ? എങ്ങനെയായിരുന്നു? സാർ എങ്ങനെയുണ്ട് മസാല ദോശ? എങ്ങനെയായിരുന്നു? നന്നായിരുന്നു. എങ്ങനെയായിരുന്നു? കൊള്ളായിരുന്നു. മഴ മാത്രം നല്ല അതിനാ. യൂട്യൂബ് ഗൈസ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കിച്ചണിലാണ് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ എനിക്ക് ലൈറ്റ് വർക്കാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാരണം ലൈറ്റ് എടുത്തേക്ക് വരുമ്പോൾ അതിൻ്റെ കളർ കൂടി വരുന്നുണ്ട്. ഈ കളറൊക്കെ ഷേക്ക് ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ഇതേ കിച്ചണിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ പേരുകളൊന്നും എനിക്കറിയത്തില്ല സത്യമായിട്ട്. അങ്ങനെ അറിയുകയാണെങ്കിൽ ഞാൻ എൻ്റെ പേരുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നെ. പിന്നെ പാലുകാച്ചിൽ ഇവിടെയായിരുന്നു. പാത്രം ഇരിക്കുന്നു, നെല്ല്, വിളക്ക്, മുല്ലപ്പൂവ്,
പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്. ഇത് ഞാൻ അവിടുത്തെ ഡ്രൈവർ എടുത്ത് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞത് കേട്ടോ. മറ്റേ ഫുഡ് ഉണ്ടല്ലോ, അവിടെ ഫുഡും പച്ചക്കറി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് അതിനൊരു ഫീസർ പോലത്തെ സെറ്റപ്പാണ്. നൈസ്. ഇവിടെ അടുപ്പുകളുണ്ട്, 3 അടുപ്പുകൾ വെച്ചിട്ടുണ്ട് ഇവിടെ. കാണില്ലേ? പിന്നെ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ദോശ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സെറ്റപ്പ് അങ്ങനത്തെ തോന്നുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയാനായിട്ടുള്ളത് അതെന്ന് പറയാനായിട്ടൊന്നുമില്ല, അത് ഗ്യാസ് തീ കത്തിക്കുന്നുണ്ട്. പിന്നെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഇതേ ഗ്രൈൻഡർ ഗൈസ്, ഗ്രൈൻഡർ ഇതേ കാണുന്നുണ്ടോ? ഗ്രൈൻഡർ മേടിച്ച്. പിന്നെ ഉള്ളത് മറ്റേ മാവ് കുഴക്കണതാണെന്ന് തോന്നുന്നുണ്ട്, മാവ് കുഴക്കണ സാധനങ്ങളുണ്ട്. ഇനി നമുക്ക് ഞാൻ എവിടേക്ക് പോകണമെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് പോകുന്നത് നോൺ AC ബാറിലേക്കാണ് നമുക്ക് ഫസ്റ്റ് പോകാൻ പോണത്. എൻ്റെ കിച്ചണിൽ നിന്നിട്ട് മുകളിലോട്ട് പോകാനുള്ള ലിഫ്റ്റ് ഇവിടെ ഉണ്ട്. കിച്ചണിൽ നിന്ന് ഫുഡ് നമുക്ക് റൂമിലോട്ട് കൊണ്ടുപോകണ്ടേ, അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ നോൺ AC ബാറിലേക്ക് ഇപ്പോൾ നമുക്ക് കയറാം. നോൺ AC ബാറ് കണ്ടു. ഇതാണ് നമ്മൾ നോൺ AC ബാറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ കളർ നെയ്സ് വർക്കിംഗ് ആട്ടത്. ജിപ്സം ബോർഡ് വർക്കിംഗ് വന്നിട്ടുണ്ട്. ലൈറ്റ് കാര്യങ്ങൾ ഇവിടെ പൂജ നടന്നത്, ഗണപതി ഹോമം നടന്ന സ്ഥലം. ഇത് ഫസ്റ്റ് നമ്മളെ നോൺ AC ബാറാണ്. ഇത് പുറത്തെ ഏരിയയിൽ നിന്ന് നമ്മൾ നോൺ AC ബാറിലേക്ക് കയറുന്നത് കണ്ടോ. ഇന്ന് കയറി നമ്മൾ നേരെ നോൺ AC ബാറിലേക്ക് കയറും. ഫുള്ള് ലൈറ്റ് സെറ്റ് പക്ക. ഇത് ഒറ്റ ഷോട്ടിലാണ് എല്ലാ വീഡിയോസും കൂടി ഞാൻ ഒരുമിച്ച് ആഡ് ചെയ്യാം. കട്ട് ചെയ്യണില്ല, ഫുൾ ഒറ്റ ഇതിലേക്കാണ്. ഇത് പാസേജ്, അതായത് നമ്മൾ നോൺ AC ബാറിൽ നിന്ന് ക്യാമറയ്ക്ക് നോക്കാൻ പറ്റില്ല. ഈ ക്യാമറ ഈ ഫോൺ എൻ്റെ അല്ലാത്തതുകൊണ്ട് ഈ ഫോണ് പെട്ടെന്ന് ഒരു ഇത് കിട്ടുന്നില്ല, ഒരു ടച്ച് കിട്ടുന്നില്ല കയ്യിൽ. ഇപ്പോൾ നമ്മൾ നോൺ AC ബാറിൽ നിന്ന് നമുക്ക് കയറാൻ പോകുന്നത് AC ബാറിലേക്കാണ് ഗൈസ്. ഇതാണ് AC ബാർ. ഫുള്ള് ബ്ലൂ കളറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അതെന്താണെന്ന് മനസ്സിലായോ? അത് ഗ്ലാസ്സാണ്, മിററാണ്. മിറർ വെച്ചിരിക്കുന്നതാണ്. അത് എടുക്കുന്നത് AC ബാറിൽ മിററെ കറക്റ്റൊക്കെ അടിച്ചാൽ വ്ളോഗ് ചെയ്ത്. ഹായ് ബാബായ്. ഗ്ലാസ് കാണണ്ട, എന്നെയും കാണണ്ട, എന്നെ കൂടി കാണണ്ട. अरे बाबू भाई अच्छा है वर्किंग? अच्छा फूड अच्छा फुल ये ग्लास अच्छा ഇതിന്റെ സൈഡിലുണ്ടോ? ഈ സൈഡിൽ ലൈറ്റ് വരും, നല്ലൊരു ലൈറ്റ് വരുന്നുണ്ട്. അത് ഏത് ലൈറ്റ് ആണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ ഇതിന്റെ സൈഡിൽ ലൈറ്റ് വരും. കലമിസ്ത്രി ഇത് ടെസ്റ്റർ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഗൈസ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ടെസ്റ്റർ വർക്കാണ്. ഈ കളർ മാറുന്ന നോക്കണ്ട, ഈ കളറിന് ചേഞ്ച് ആണെന്ന് നോക്കണ്ട. അത് ഞാൻ ഫോൺ മാറ്റുന്നതിൻ്റെ ഇതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി AC ബാർ കഴിഞ്ഞു, ഇനി പുറത്തേക്ക് ഇറങ്ങി. ഇത് മറന്നുപോയി. ഇതിൻ്റെ അപ്പുറത്തുള്ളത് ഹോൾ എന്ന് പറഞ്ഞ എനിക്കെന്തോ പറയായിരുന്നു. ഇങ്ങനെ ഞാൻ മറന്നുപോയി. നമുക്ക് മോളിക്ക് കയറി പോകാനുള്ള പടികളാട്ടോ അതൊക്കെ. പിന്നെ കൈ അടച്ചു. ഇത് ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇവിടെയാണ് ഞാൻ വെള്ളമൊക്കെ പോയി ഫുള്ള് ക്ലീൻ ചെയ്ത് ഞാൻ നേരത്തെ കണ്ടില്ലേ വീഡിയോയിൽ. അപ്പോൾ അതാണിത്. ഇവിടെ പുട്ടിയൊന്നും ഇട്ടിട്ടില്ല, പുട്ടിയൊക്കെ ഇടണം. ഇപ്പം നമ്മൾ നോൺ AC ബാറിൽ നിന്ന് AC ബാറിൽ നിന്ന് നമ്മൾ ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് മുന്നേ ഇപ്പുറത്തേക്ക് വന്നിട്ടെ ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് മോളിലേക്ക് പോകാം. ഒറ്റ മിനിറ്റ് ആയിട്ട് അല്ല, ഇത് ഫുള്ളായിട്ട് ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ അവരെ കൂടെ പോയിട്ടും കൂടി കുറച്ച് വീഡിയോസുള്ള എനിക്ക് എടുക്കാനുണ്ട്. അപ്പോൾ പറ്റാവുന്ന രീതിയിലൊക്കെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഗൈസ്. നമുക്കിനി മുകളിൽ പോവാം. ഇതിൻ്റെ അപ്പുറത്ത് ഗ്ലാസിൻ്റെ വർക്ക് വരുന്നുണ്ട്. ആ ഗ്ലാസിൻ്റെ വർക്കും ഞാൻ കാട്ടിത്തരാം. അയ്യോ, ഡെയിലി ഇത്രയും കയറി ഇറങ്ങിയിട്ട് പണിയെടുത്തിട്ടല്ല, കയറി ഇറങ്ങിയിട്ടുണ്ട് വയ്യാണ്ടാണ്. ഇത് എഴുതിയിട്ടുണ്ടാവും എം ഡി റൂമാണ് ഗൈസ്. ഇത് എം ഡി റൂം. അകത്തേക്ക് അധികം കയറുന്നില്ല, അവിടെ ഗ്ലാസ് ഒഴിവ് തലടിച്ച് ആ ഗ്ലാസ് കയറിയിട്ട്. അപ്പോൾ നമ്മൾ MD റൂമിൽ നിന്ന് വന്നു. ഇത് ഓഫീസ് തുറക്കാൻ പറ്റും നോക്കട്ടെ. ചിലപ്പോൾ ലോക്കാക്കില്ല. ഇല്ല ഗൈസ്, ലോക്കാക്കില്ല. AC ഫുൾ AC ഇട്ടുണ്ട്. ഫുള്ളല്ല, 18 AC ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതവിടെ ക്യാമറ കാണാം. ക്യാമറയിൽ അവിടെ ആയിരിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാണണ്ട, ഇത് ബാക്ക് സൈഡിലെ ക്യാമറ കേട്ടോ. ഇത് നമ്മുടെ നോൺ AC ബാർ കാണുന്നു.
ഇത് പാസേജ് മനസ്സിലാവണം. ഇത് നമ്മുടെ AC ബാർ കാണുന്നു. ആ AC ബാർ ഇത് സാറിരിക്കുന്ന ഓഫീസ് റൂം. ഇത് ഓഫീസാണ് ഗൈസ്. താക്കോലിക്കുള്ളത് ആരാണോ? ആ എൻ്റെ താക്കോൽ ഞാൻ അതിൽ പൂട്ടി. എൻ്റെ വണ്ടിയിൽ അച്ഛൻ്റെ വണ്ടിയാണ്. നമ്മുടെ പണ്ടത്തെ ഡിയോ ആ പണ്ടത്തെ ഡിയോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഡിയോയിലല്ല അതിന് ലോക്ക് വേണ്ട, അത് തുറന്നു കഴിഞ്ഞാൽ അത് അടുത്ത് അടച്ചിടാം. നമ്മൾ ഇപ്പോൾ കയറാൻ പറഞ്ഞു സൂട്ട് റൂമിലേക്കാണ്. സൂട്ട് റൂം 1 ഗൈസ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് സൂട്ട് റൂം 1 കണ്ടോ, വർക്കിംഗ് നൈസ് വർക്കാട്ടോ. ഇത് മറ്റേ ഇന്റീരിയൽ വർക്കാണ്. അപ്പോൾ നമ്മൾ സൂട്ട് റൂമിൽ കയറിക്കാണ്. വർക്കിംഗ് അത്യാവശ്യം തൊടണ്ട, ചിലപ്പോൾ എൻ്റെ കയ്യിൽ വിടും, ഞാൻ പൊട്ടിച്ചെന്ന് പറയും. ഫാൻ, പിന്നെ മറ്റേ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്ന ഇതില്ലേ, ഇഷ്ടപ്പെട്ടു ഇവർക്ക്. ബാത്റൂമിലേക്ക് കയറാൻ ഗൈസ്. ബാത്റൂം കാണാൻ പറ്റുന്നത് ഇതേ ഗ്ലാസ്, മറ്റേ ഗ്ലാസ്സാണ്. ഇതിങ്ങനെ തുറക്കാം, അകത്ത് കയറാം, കുളിക്കാം. കുളി കഴിഞ്ഞിട്ട് കുളിക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്കൊന്ന് ഇതിലിരിക്കാം. ഓക്കെ, അപ്പോൾ ഷവർ, പിന്നെ ഇതൊക്കെ പേര് അറിയുന്നത് ഞാൻ വല്ല കോളേജ് പഠിപ്പിക്കാൻ പോയാലേ. ഇതേ ഗ്ലാസ് ഗൈസ്, ഗ്ലാസ്സിന് മിറർ, വലിയ മിറർ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് സൂട്ട് റൂമിൽ നിന്ന് ഇറങ്ങാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിവിടെ ഒരു ഗ്ലാസ് ഉണ്ട് ഗൈസ്. ഇതേ ഗ്ലാസ്, AC കണ്ണിട മൂടിയിട്ടിരിക്കുക. ഇനി സൂട്ട് റൂമിൽ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. 2 കാരണമില്ല, 2 ഏതാണ്ട് ഈ സെയിം രീതിയിൽ തന്നെയാണ് പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, എന്നാലും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, വലിയ വ്യത്യാസമില്ല. പിന്നെ പൂക്കളുള്ള നൈസ് വർക്കിംഗ് ആട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വർക്കാണിത്. ഇത് നമ്മുടെ സൂട്ട് റൂം. ഈ റൂമിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇത് സൂട്ട് റൂമിൻ്റെ അടുത്തുള്ള 2 റൂമിൽ ഒരു റൂമാണ് ഗൈസ്. ഇനി നമുക്ക് കയറാൻ പോണത് മോളിൽ, അതായത് ഫസ്റ്റ് ഫ്ലോറിലെ ബാറിലേക്കാണ് നമുക്ക് കയറാൻ പോണത്. കണ്ടിട്ട് VIP ബാറാന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. എനിക്ക് ഈ ബാറിൽ വെച്ചിട്ട് നൈസായിട്ട് ഞാൻ നോക്കിയേ, ഞാൻ അവിടെ നിലത്ത് പോകാൻ വെക്കാം. കാണണ്ട ഗൈസ്. അപ്പം നമ്മൾ നിൽക്കുന്നത് സെക്കൻഡ് ഫ്ലോറിൽ കണ്ടു നൈസ് വർക്കാട്ടോ. ഫുള്ള് സൈഡിൽ ഡിസൈൻ സിൽവറുണ്ട്, പിന്നെ മുകളിൽ ബ്ലൂവുണ്ട്, പിന്നെ 2 3 4 5 6 7 8 9 സ്പീക്കർ വെച്ചിട്ടുണ്ട്. ഇത് എക്കോ നല്ല എക്കോ നമുക്കപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോവാം. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഗൈസ്. ഡേ കേട്ടോ, എന്നിട്ട് പറയാം. എൻ്റെ പേരെന്തോ പറയും, പേരുകളറിയാം പക്ഷേ പറയാൻ പറ്റുന്നില്ല. ഇത് ഗ്ലാസ് അല്ല, ബൾബ് കാണും. ബൾബ് നൈസ് ബൾബ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ ബാത്റൂം ഉണ്ട്, പക്ഷേ ബാത്റൂമിൽ കയറാൻ തന്നെയാണല്ലോ. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടാവില്ല, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ കാണാനും പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് കാണാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ നൈസ് എന്ന് പറയുന്നില്ല. ബാത്റൂം വെരി എൻ്റർടൈൻമെൻറ്റ് എൻജോയ്മെൻറ്റ് റൂം ബാത്റൂം. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ലൈറ്റ് വർക്കാണ് ഗൈസ്, നൈസ് ലൈറ്റ് വർക്കാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനേക്കാൾ പോലും സാധനം ഇതിൻ്റെ മുകളിലുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ കാട്ടിത്തരാം. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ കാണിച്ച് കയറാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 9 റൂമുകളുണ്ട്. 9 റൂമുകളിലും ഒരു റൂം ഞാൻ വേണമെങ്കിൽ കാട്ടിത്തരാം. ഒരു റൂമിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ബാത്റൂം സെയിം ബാത്റൂം, പക്ഷേ ചില വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ. ഇത് ഈ ഗ്ലാസ് ഉണ്ട്, ഇവിടെ ഒരു ഗ്ലാസ് ഇരിക്കുന്നുണ്ട്, കാട്ടിത്തരാം. ഈ ഗ്ലാസ് കേട്ടോ, നൈസ് ഗ്ലാസ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ച് ഈ ഗ്ലാസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുഖം ഇങ്ങനെ സൂമായിട്ട് എനിക്ക് കാണാൻ പറ്റും. അതിങ്ങനെ തിരിക്കാൻ പറ്റും നോക്കണ്ട. ഇങ്ങനെ തിരിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അസലോ എന്നിട്ട് പറയാം സൂമിങ് പോയിട്ട് ചെറുതായി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണ്ട, ഞാൻ ചൂടിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഗ്ലാസ് കട്ടിൽ, പിന്നെ എവിടെ നിന്ന് ഇരിക്കാനായിട്ട് ആ കാണുന്നുണ്ടോ ഒറ്റത്ത് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ അറിയുന്നില്ല. അതാണ് ഹൈവേ വരാൻ പോണത്. ഈ റൂമിലിരിക്കുന്ന ആൾക്കാർ ഹൈവേ നോക്കി കഴിഞ്ഞാൽ നല്ല വൈബായിരിക്കും, നല്ല വ്യൂ ആയിരിക്കും കാണാനായിട്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാം. ഇത് ഗ്ലാസ് വിളിക്കാ. ഇത് ഗ്ലാസ്, ഇത് പോളിഷ് വർക്കാണ്.
ഞാൻ ബീച്ചാണ് കുടിച്ചത്. ഞാൻ എന്നെ തന്നെ നോക്കുന്നു ഗൈസ്. ഇതിൽ ഞാൻ ക്യാമറയ്ക്ക് നോക്കണില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫോൺ എൻ്റെ ഫോണല്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഇതുപോലെ എന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വല്ല മനസ്സിലാവട്ടെ. ഇത് ചെക്കന് വല്ല പ്രാന്താന്ന് വെച്ചിരിക്കുന്നു. ഇത് താക്കോലും ഇല്ല ഞാൻ പറഞ്ഞത്. ഇത് മിനി ഹാളാണ് കേട്ടോ. നമുക്ക് നൈസ് കുഞ്ഞ് ഹാള്. ഇതിനേക്കാളൊരു വലിയ ഹാളുണ്ട്. അത് അടുത്തപ്പോൾ ഇനി ഞാൻ പറഞ്ഞ ലേറ്റ് വർക്ക് കേട്ടോ. ഞാൻ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിലിരിക്കുന്നത്. ഞാൻ ഈ റൂം കാട്ടി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. ഇനി നമുക്ക് കിടക്കാൻ പോകുന്നത് വലിയൊരു ഹാളിലോട്ടാണ് ഗൈസ്. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതിൻ്റെ ചെറിയൊരു വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ടായെന്ന് തോന്നുന്നുണ്ട് ഞാൻ യൂട്യൂബിൽ. സ്വന്തം യൂട്യൂബിലിട്ട വീഡിയോസ് പോലെ ഓർമ്മയില്ലാത്തത് ഗൈസ്. അത് സ്റ്റേജ് കേട്ടോ. സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിപ്പോൾ ഉറക്കനെ സംസാരിക്കാം. നമുക്ക് ഫോൺ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഫുൾ വ്യൂ ആയിട്ടിരുന്നിട്ട് നമുക്ക് സംസാരിക്കാം ഗൈസ്. സ്റ്റേജ് കണ്ടോ. എൻഗേജ്മെൻറ്റ് നടത്തുന്ന സ്റ്റേജ് ഞാൻ സ്റ്റേജിലാണ്. ചെറിയ പ്രോഗ്രാംസുകളൊക്കെ നടത്താൻ പറ്റിയ ഒരു സ്റ്റേജ് സത്യം. പക്ഷെ അധികം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടൊക്കെ ഈ ഹാളിൽ എല്ലാ ഹാളും അടച്ചു കഴിഞ്ഞാൽ എല്ലാ ഫുള്ളി സാധനങ്ങൾ അടച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഹാളിൽ ഭയങ്കര സൗണ്ടായിരിക്കും. സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ ആണ്. ഞാൻ പറയുന്നത് എനിക്കൊരു കുറച്ചധികം നേരം ഒരു 2-3 സെക്കൻഡിങ്ങിന് വരെ നിൽക്കും. ഇത് ബാത്റൂം. നമ്മളെ ഹാളിൽ കൈ വാഷ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇതൊക്കെ വാഷ് ചെയ്യാനുള്ള ബാത്റൂമിൻ്റെ അവിടുത്തെ വാഷ് ചെയ്യാനുള്ളത് എന്തുട്ടി പൊട്ടങ്ങൾ പറയണം എന്നായിരിക്കും ഇങ്ങനെ ചിന്തിക്കണ്ടാവുക. കതച്ചു നടന്നേ ഞാൻ പറഞ്ഞില്ലേ പണി എടുത്തിട്ടല്ലേ ഗൈസ്. ഇതിവിടെ നടന്നിട്ടുണ്ട് വയ്യാണ്ടാന്ന് മൂത്രമൊഴിക്കാം യൂറിൻ. നമുക്ക് ചില കട്ട് ചെയ്യണേ ഗൈസ്. ചില ഇതിലൊക്കെ ഞാൻ കട്ട് ചെയ്യും. ഇത് അതിലുള്ള ബാത്റൂമാണ് ഗൈസ്. അതെ ബാത്റൂം. അതേമാതിരി തന്നെ അതിനറിയാലോ ഇതെവിടെ ഗ്ലാസ് ഉണ്ട് മൂറ് വെക്കാൻ. ഇതൊന്നും വെള്ളം വരില്ല. ഇവിടുന്ന് വെള്ളം ഞാൻ അടിച്ചു കളയാ ചെയ്തത്. 12 മിനിറ്റായി ഇപ്പോൾ. നോക്കി ഞാൻ നോക്കി കണ്ട വേർത്താണ്ട. അതിൻ്റെ ഉള്ളിൽ നിൽക്കുക അങ്ങനെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. കിടന്ന് ഇങ്ങനെ പുഴുകിക്കൊണ്ടിരിക്കും. ഈ സാധനമൊക്കെ പെയിൻറ്റ് ചെയ്യണ സമയത്ത് കിടന്ന് പുഴുകിയതുണ്ടെന്ന് പറഞ്ഞാണ്ടല്ലോ ഒഴുകായിരുന്നു. പിന്നെ ആ ഗ്ലാസ് തുറന്നിട്ട് ഞാൻ വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഗൈസ്. ഇനി നമ്മൾ അടുത്ത പോകാൻ പോണത് ഒരു ഗ്രീൻ റൂം. ഞങ്ങൾ അങ്ങനെ ഇട്ടിരിക്കുന്നതാണ് ഗ്രീൻ റൂം. ഇത് ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടില്ല, ഫിനിഷ് ചെയ്തിട്ടില്ല. ഫിനിഷിങ് വരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് വർക്കുകൾ ചെയ്യാൻ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി മൊത്തം എന്നിട്ടാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധനങ്ങളൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ പണി ഇതുവരെ മുഴുവനാക്കിയിട്ടില്ല. അപ്പോൾ ഇത് ഗ്രീൻ റൂം. ഇതിൻ്റെ കളർ വരാൻ പോണത് ഈ ഗ്രീനാണ് കേട്ടോ. ആ ഗ്രീനല്ല, ഈ ഗ്രീനാണ് കളർ വരാൻ പോകുന്നത്. നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം. അയ്യോ ഇനി നമ്മൾ പോകാൻ പോണത് സെക്കൻഡ് ഫ്ലോറിലെ റൂമിലോട്ടാണ്. അതിലൊരു റൂമിലേക്ക് നമുക്ക് കയറാം. എനിക്കിഷ്ടപ്പെട്ട റൂമിലോട്ട് ഞാൻ കയറി കാണിച്ചു തരാം. ബൈ ക്ലീനിങ്. ഇത് റൂം. ഇത് റൂം നൈസ് റൂമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റൂമാണ്. ഇവിടുന്ന് പോയി നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. നമുക്ക് പുറത്തുള്ള വ്യൂസുകൾ മൊത്തം കാണാൻ പറ്റും. കണ്ടോ. എനിക്ക് ഈ ബാത്റൂം ഇഷ്ടപ്പെട്ട. ഈ ബാത്റൂം ഇങ്ങനെ വലിച്ചാലും ഇങ്ങനെ അടയ്ക്കാനും വേറെ ഒന്നും സെറ്റപ്പൊന്നുമില്ല. ഫുൾ ഓപ്പൺ ആക്കിയിട്ടാണ് ഒരു ബാത്റൂം പണിത് വെച്ചിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നമുക്ക് എന്താ ഏത് വഴി പോവാം. ആ വഴി പോയിട്ടൊന്നും കാണാനായിട്ടൊന്നും ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിലേറങ്ങി പക്ഷെ എൻ്റെ ചെരുപ്പ് അപ്പുറത്താന്ന് മാത്രം. ആ അറ്റത്ത് റൂമുണ്ട്. ആ നൈസ് റൂം. ഞാൻ ഓർന്നിട്ട് നല്ല കാറ്റാണ്. ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെയാണ് ഫുഡ് കഴിക്കണതും കിടന്നുറങ്ങണതും മൊത്തം അവിടെയായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഗ്ലാസ് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. പിന്നെ ഈ ഗ്ലാസ് ഇല്ല, ഇവിടെ ഗ്ലാസ് ഉണ്ടെന്നില്ല. ഇവിടെ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, പിന്നെ നല്ല എന്താ പറയുക മറ്റേ ഇതുണ്ടല്ലോ സിമെൻറ്റിൻ്റെ തരി മണ്ണുകളൊക്കെ. ആ മണ്ണിൽ ഞാനും കണ്ണനും ഇവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കിടക്കും. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നീ ഇത് കണ്ടോ, നീ കൂടെ ഇങ്ങനെ കാറ്റ് വരും. നല്ല കാറ്റ്. കോള് വന്നു ഗൈസ്. നിതീഷ് വിളിച്ചതാ.
ആയിക്കോളൂ. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലാണ് ഗൈസ് നിൽക്കണേ. ഇത് ഗൈസ് നമുക്ക് ഈ ഭാഗം കണ്ടോ, ഇവിടെ നിങ്ങൾ മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മല കാണാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ കണ്ടാലും നിങ്ങൾ അത് വിശ്വസിക്കത്തുള്ളൂ. അവിടെ കടലും ഇവിടെ മലയാണ്, ബാക്കിൽ മലയാണ്, നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ സമയത്ത് കാണാൻ പറ്റും എനിക്ക് അറിയത്തില്ല. പക്ഷേ കണ്ണൻ്റെ ഫോണിൽ ഞാൻ ഒരു വട്ടം ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ അതിൽ ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ഇത്. എ സിക്ക് ഇരിക്കുന്ന എ സിയുടെ മറ്റേ എന്താ പറയുക, AC വേർത്ത് ഇതെന്താണെന്ന് മനസ്സിലായിരുന്നു. ഇത് ഷീറ്റല്ല, നമ്മളെ നേരത്തെ നമുക്ക് കയറുന്നില്ല, ഒരു അടിപൊളി മറ്റേ ഹോള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഹോളിലത്തെ സീലിംഗ് ആണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇനി വരിഞ്ഞ് പിടിച്ച് കയറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഫോണുള്ള കാരണം ശരിയാവത്തില്ല. കാരണം അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് മല കാണാൻ പറ്റും. ഇവിടെ നോക്കിയിട്ട് കാണാൻ പറ്റണില്ല. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് ആ അറ്റം തൊട്ട് ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ മല കാണാൻ പറ്റും നമുക്ക്. മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂസിലായിട്ട് കാണാൻ പറ്റും. അത് ചില സമയത്ത് മല എന്നിട്ട് പറയാം മഞ്ഞും സാധനങ്ങളൊക്കെ മൂടിക്കണാലും ചില കാണാൻ പറ്റും. നല്ല വെയിലൊക്കെ ഉള്ളപ്പോൾ നല്ല ചൂട് നിൽക്കുന്ന സമയത്ത് നമ്മിൻ്റെ ഏറ്റവും ഇതുണ്ടോ, ഇതിൻ്റെ മുകളിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തൊട്ട് അറ്റം വരെ മല കാണാൻ പറ്റും. അത് കാണണമെങ്കിൽ അത് അതിൻ്റേതായ ടൈമുണ്ട്. ആ ടൈമിൽ വന്നാൽ മാത്രമേ നമുക്ക് ആ മല കാണാനേ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഇവിടെയൊക്കെ നില ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ നിലമിട്ട് ഒരു നിലയമ നിന്നിട്ടാണ് ഞങ്ങൾ പണിതോട്ടിരുന്നത്. ഈ നിലയമ കണ്ടോ, ഇങ്ങനെ ഏറ്റവും ടോപ്പിലാണ്. നിങ്ങൾക്ക് ഹൈവേ കാട്ടിത്തരാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഹൈവേ നിങ്ങൾക്ക് കാട്ടിത്തരാം. കേൾക്കുന്നു ഹൈവേ ഇവിടെ തൊട്ട് അങ്ങനെ അങ്ങോട്ട് ഹൈവേ പോകണം. ഇതിൻ്റെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കിട്ടണ പോകണം വ്യൂ ഉണ്ടല്ലോ. ആ ഹൈവേ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂസ് എന്ന് പറഞ്ഞാൽ വ്യൂസ് അല്ല, വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പക്ക വ്യൂ ആയിരിക്കും. ഞാൻ ഉറപ്പാണ് പറയണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വട്ടികളായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നല്ല രസമായിരിക്കും രാത്രി കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനി താഴോട്ട് പോകാം. കാലിൽ ചേറുണ്ടെങ്കിൽ കൊല്ലന്നെ സാറ് തുടച്ചിട്ടിട്ട് ഇപ്പം ഞാനിപ്പോൾ താഴോട്ട് വരണേ. ഇത് മിനി ഹാളിൻ്റെ വാഷിങ് അങ്ങനെ ബാത്റൂം ആ സാധനങ്ങൾ കേട്ടോ. നമുക്ക് ഈ താഴെ പോകാൻ നിതീഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും ഉണ്ടല്ലോ, ഒന്നല്ലേ ഫോൺ കിട്ടാൻ വേണ്ടിയിരിക്കും. അതല്ലെങ്കിൽ അയ്യോ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആശിഷ് അമ്പു വ്ളോഗ് കാണാറില്ല, യൂട്യൂബിൽ അടിച്ചാൽ വരും. പേര് സർവേഷ് ചേച്ചിയുടെ പേര് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ താഴോട്ട് ഇത് കഴിഞ്ഞ് ലാസ്റ്റ് താഴോട്ട് മോളിക്കല്ലേ പോണു. ഇത് ഞാൻ ഇപ്പോഴും ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ഇട്ടുതരാം ഗൈസ്. അപ്പോൾ നിതീഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിതീഷ് എന്തിനാ വിളിച്ചത് എനിക്ക് അറിയത്തില്ല. നിതീഷിൻ്റെ അടുത്തേക്കൊന്ന് എനിക്ക് പോകണം. നിതീഷിൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും വല്ല പരിപാടി ഉണ്ടാവും, അല്ലാണ്ട് നിൽക്കില്ല. നമുക്കിത് ഈ കൂടെ വന്നിട്ട് പുറത്ത് കൂടെ ഇറങ്ങണം. നിങ്ങൾക്ക് ഇതിലല്ല, പുറത്ത് കൂടെ പോകുമ്പോൾ അതിലേ പോകണം. എന്നാലേ നിങ്ങൾക്ക് ആ വ്യൂ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ പണിയെടുത്തിട്ടല്ല, ഇവിടെ കിടന്ന് നടന്നിട്ടാണ് വയ്യാണ്ടാവണത്. ഇവിടെ മൊത്തം ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്യാനുണ്ട്. മോൾ ഭാഗം കണ്ടത് നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്നിട്ടുണ്ട്. അതിൻ്റെ മോൾ ഭാഗമാണ് കാണുന്നത്. ഇവിടെ മൊത്തം ചേറായിരുന്നു. ചേറി കൂടെ ഞാൻ എൻ്റെ കാര്യം മൊത്തം വെള്ളമായി. ഞാൻ അകത്തേറിയ നല്ല രസമുണ്ടാവും, നല്ല ഇതായിട്ടാൻ പറ്റും. ഇതൊക്കെ പിള്ളേരെ വണ്ടിയാണ്. നിതീഷിൻ്റെ വണ്ടി കേട്ടോ. ഇത് അപ്പുവിൻ്റെ വണ്ടി. പിന്നെ അതിൻ്റെ അടുത്ത് വേറൊരു കോളം വന്നു. ഇത് പുറത്തുനിന്ന് നമ്മൾ AC ബാറിലോട്ട് കയറാൻ പോണത്, അത് നോൺ AC ബാറിൽ കയറാൻ പോണത്. ഇപ്പോൾ ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ പറയുക ഗോഡൗണിലേക്ക് കയറുന്ന ഭാഗമാണ് ഗൈസ്. ഇപ്പോൾ ഞാനിപ്പോൾ അതിൽ കയറി പോകുന്നത്. ഇത് ഗോഡൗണിൽ കയറുന്ന ഭാഗം. അപ്പോൾ ഞാൻ നോൺ AC ബാർ കണ്ട് AC ബാർ കണ്ട് നമുക്ക് മുകളിലോട്ടൊന്നും നോക്കാനില്ല. ഞാൻ ഫുള്ള് താഴോട്ടാണ്. എന്നെ ഇത്ര നേരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവർ. ഇനിയിപ്പോൾ എന്നെ വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് ഫോൺ കൊടുക്കട്ടെ. അവർക്ക് പോയി ഫോൺ കൊടുക്കട്ടെ. കുറേ നേരമായിട്ട് വീട്ടിലായിട്ട് വീട്ടിലുണ്ട്, അവരെല്ലാവരും വീട്ടിലുണ്ട്. ഓക്കെ അല്ല കുറേ ഞാൻ ഇത് തീർക്കാതെ എന്നെ അവൻ വിളിച്ചിട്ടുണ്ടല്ലോ. കിട്ടാൻ ഇത് ഇറക്കി കഴിഞ്ഞിട്ട് ഞാൻ വരും. മറ്റേർന്നോ അതിന് കൊണ്ടല്ലോ സാധനം കൊണ്ടല്ലോ. സാധനം എത്ര നാളുണ്ടായിരുന്നു എടാ എന്താണ് ഞാൻ ഇവിടുത്തെ ഹായ് ഓക്കെ. എവിടെ കണ്ണനവിടെ കണ്ണൻ വന്നില്ലേ? കണ്ണനിന്നെ കുറേ നേരം ഗൈസ് ഫുഡ് ഇവിടെ സ്ഥലം ഇപ്പോൾ ലാസ്റ്റ് എൻഡിലോട്ട് വരുന്നു. ഇവിടെ ഗൈസ് നമ്മുടെ ബീച്ചേട്ടൻ വരാത്തിരി നേരം വൈകി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫോൺ കിട്ടിയില്ല. ഞാനിപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റണം എനിക്ക്. അപ്പോൾ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാലത്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ അവർ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്ന് ഹായ് ഗൈസ്. അപ്പോൾ
ഞാൻ പറഞ്ഞ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത് കാർപ്പൻറ്റർ. ഇവരെന്താ പറയണമെന്ന് എനിക്ക് മനസ്സിലാവില്ല, കാരണം എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഞാൻ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നവരടുത്ത് ഇവരെ പേര് അറിയില്ല. ബായ് 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 എന്ന് വിളിച്ചിട്ട് എനിക്ക് ഇവരുടെ പേര് അറിയത്തില്ല. ബായ് നാം സമീർ, സമീർ, علي അലി, तेरे को पता है ना आफ्ताब ഞാൻ 1 കൊല്ലം 1 ഇയർ ഞാനിവിടെ പണി ചെയ്യുന്നുണ്ട്. പക്ഷെ നാം അറിയത്തില്ല, കാരണം ബായ് ബായ് ഇങ്ങനെ ബായ് അതാ തമിഴൊക്കെ. അപ്പോൾ ഗൈസ് ഇന്ന് സ്കോർ 2 വർക്കിംഗ് ആണ്. സ്കോർ 2 വർക്കിൽ പോയി. നാം യൂട്യൂബ് ചാനൽ നാം ഇതൊക്കെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഇവരെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഞാനിവിടെ കൊടുക്കാം. ലിങ്ക് മേരാ യൂട്യൂബ് നീച്ചെ സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവരെ യൂട്യൂബ് ചാനൽ ഞാൻ താഴെ ഇടാം. അപ്പോൾ എടുത്തോളാം. ഒരു വയനാട്ടിലാണ്. മേരാ നാം അമ്മു അമ്മു. ഈ ബായനെ വിളിക്കുന്നത് എപ്പോഴും അമ്മു എന്നാണ് വിളിക്കുക. അമ്മു 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 അമ്മു. അച്ഛാ വൈ മേരാ ദോസ്. മലയാളം പറഞ്ഞുതരാം. ഇവരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല ഗൈസ്. അതാണ്. ഓക്കെ.